ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്, സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റ് മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഓൾമോസ്റ്റ് എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളും ബെറ്റർ സെൻറ്റിമെൻറ്റിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2,537 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ഗോൾഡ് ഫ്യൂച്ചേഴ്സ്, ഡിസംബർ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിൽവറും സ്ലൈറ്റ്ലി വീക്കാണ്. പക്ഷേ മറ്റ് മെറ്റൽസ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കോപ്പർ, അലുമിനിയം, സിങ്ക് ഒക്കെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രണ്ട് ക്രൂഡ് ഓയിൽ ഫ്ലാറ്റ് ആണ്. $79.7 പെർ ബാരലിനാണ് ബ്രണ്ട് ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ അമേരിക്കയിൽ കഴിഞ്ഞ US ഫെഡിൻ്റെ മിനിറ്റ്സ് വരാനുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 23 ജാക്സൺ ഹോൾ എക്കണോമിക് സമ്മിറ്റിൽ ജെറോം പവലിൻ്റെ സ്പീച്ച് ഉണ്ട്. ഇതൊക്കെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളുള്ള മേജർ ഇവൻറ്റ്സ് ഈ ആഴ്ച. ഒപ്പം നമ്മുടെ Q1 റിസൾട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മുന്നിലുള്ള 2 ഇവൻറ്റുകൾ മേജറായിട്ട് 2 അസംബ്ലി സ്റ്റേറ്റുകളിലേക്ക് നടക്കുന്ന ഇലക്ഷനും അതുപോലെ തന്നെ Q2 റിസൾട്ടുകളാണ്. ഒപ്പം ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇവൻറ്റും കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവൻറ്റുകളാണ് നമുക്ക് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും Q1 നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളും അതുപോലെ തന്നെ ബഡ്ജറ്റിൽ പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കാം ഒരുപക്ഷെ മുന്നേറാൻ പോകുന്നത്. പക്ഷെ നമുക്കൊരു വലിയ ബിഗ് ബാങ് റാലി ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് ഒരു കാലിബ്രേറ്റഡ് അപ്പ് മൂവ് ആയിരിക്കാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ ഒന്ന് കീടെക്സ് ഉണ്ട്, അതുപോലെ തന്നെ അഡാനി എൻ്റർപ്രൈസസ് ഉണ്ട്. ഒപ്പം ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവ് ന്യൂസ് ലോസ് ആണ് വരുന്നത്. ഗവൺമെൻറ് ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്ത പോലെ ഇന്ത്യ AI മിഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊജക്റ്റുകൾക്കൊക്കെ ബിഡിങ് ആരംഭിക്കാൻ പോവുകയാണ്. ബിഡിങ്ങിന് തീർച്ചയായിട്ടും ഡാറ്റാ സെൻറ്ററുകളുള്ള കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്നത്. കാരണം ഡാറ്റാ സെൻറ്റർ ഉള്ള കമ്പനികൾ, അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ഇൻ്റഗ്രേഷനുള്ള കമ്പനികൾ, ക്ലൗഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ, ഈ 3 കമ്പനികൾക്കും ഒരുമിച്ച് ഒരു കൺസോർഷ്യ ആയിട്ടാണ് ബിഡ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിനാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ 2E നെറ്റ്വർക്ക്, അനന്തരാജ് ലിമിറ്റഡ്, ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡ്, അതോടൊപ്പം തന്നെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലുള്ള മറ്റ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ന്യൂസാണ്. ഇത്തരത്തിലുള്ള ബിഡിങ് സെപ്റ്റംബർ 6 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ മിക്കവാറും റിസൾട്ടുകളൊക്കെ വന്നേക്കാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊന്ന് കണ്ണുവയ്ക്കുന്നത് നന്നായിരിക്കും. ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഓഫർ ഫോർ സെയിൽ ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹിന്ദുസ്ഥാൻ വേദാന്ത പറയുന്നത് വാട്ടവർ ഡിമാൻഡ് ഉണ്ടോ ആ ഡിമാൻഡൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പോവാണ്. അതാണ് അത്രയും അധികം സ്റ്റേക്ക് വിൽക്കാൻ പോവുകയാണ് ഹിന്ദുസ്ഥാൻ സിങ്ക്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഡിവിഡൻഡും അനൗൺസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ ന്യൂസ് ഹിന്ദുസ്ഥാൻ സിങ്കിനും അതുപോലെ തന്നെ വേദാന്ത ലിമിറ്റഡിനും പോസിറ്റീവാണ്. കെയ്ൻസ് ടെക്നോളജിയും കൂടി സെമി കണ്ടക്ടർ രംഗത്തേക്ക് കടക്കാണ്. ഗുജറാത്തിലെ സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് 76,000 കോടി രൂപ സെമി കണ്ടക്ടർ പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലാന്റാണ് അവർ വിഭാവന ചെയ്തിട്ടുള്ളത്. തെലങ്കാനയിൽ ഓൾറെഡി അവർക്കൊരു ചെറിയൊരു പ്ലാന്റ് ഉണ്ട്. അതിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് കണ്ടിന്യൂയും അതോടൊപ്പം തന്നെ ചിപ്പ് സെറ്റ് അസംബ്ലി ഉണ്ടാവും എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. പൊതുവെ കെയ്ൻസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ള സ്റ്റോക്കാണ്. ഇവിടുന്ന് ഫർദർ അപ്പ് മൂവ് വളരെ കാലിബ്രേറ്റഡ് ആയിരിക്കും. ലോങ് ടേമിൽ നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള 2 സ്റ്റോക്കുകളാണ് കൗശല്യ ലോജിസ്റ്റിക്സ് ലിമിറ്റഡ്, SME സ്റ്റോക്കാണ്. ഇപ്പോൾ 120 റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. 1600 മാർക്കറ്റിലോട്ട്. 10 രൂപയാണ് ഫേസ് വാല്യൂ. ഈ കമ്പനിയിൽ 73.65% ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടർ തന്നെയാണ്. ഈ വർഷമാണ് ഇതിൻ്റെ SME IPO വന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കമ്പനി DEE ഡെവലപ്മെൻറ്റ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ഉണ്ട്. 360 രൂപയ്ക്കൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ വർഷം IPO വന്നതാണ് 203 രൂപയ്ക്ക്. ഈ സ്റ്റോക്കിലും ധാരാളം പോസിറ്റീവ്
പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടർ വൺ റിസൾട്ട് നന്നായിരുന്നു. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. രാമ സ്റ്റീൽ ട്യൂബ്സ് നമ്മുടെ റെക്കമെൻഡ് സ്റ്റോക്കായിരുന്നു. 2 പ്രാവശ്യം ബോണസ് ഇഷ്യൂ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തിയിരുന്നു. ₹1 ഫേസ് വാല്യൂ, ₹10.56 ബേസാണ് വെള്ളിയാഴ്ചയിലത്തെ ക്ലോസിങ്. ഇവർ ഡിഫൻസ് റിലേറ്റഡ് ഒരു സബ്സിഡിയറി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫൻസ് സെഗ്മെൻറ്റിലേക്കും കൂടി കടക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ് ഈ കമ്പനീനെ സംബന്ധിച്ച്. ജനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ 2925.52 കോടി രൂപയുടെ സ്മാർട്ട് മീറ്റർ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ DCS സിസ്റ്റംസ് ഡിഫൻസ് റിലേറ്റഡ് ഒരു കമ്പനിയാണ്. അവർക്ക് 107 കോടി രൂപ ഡൊമസ്റ്റിക് ആൻഡ് ഓവർസീസ് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അഡാനി പവർ, റിലയൻസ് പവറിൻ്റെ 600 മെഗാവാട്ട് തെർമൽ പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റ് ടേക്ക് ഓവർ ചെയ്യാനുള്ള നീക്കത്തിലാണ്. ഇപ്പോൾ ആ പ്ലാന്റിൽ മെജോറിറ്റി ഹോൾഡ് ചെയ്യുന്ന CFM അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവരായിട്ടുള്ള ടോക്ക് അഡാനി പവർ ആരംഭിച്ചിട്ടുണ്ട്. അഡാനി പവറിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. റിലയൻസ് AGM വരെയാണ്. ധാരാളം ന്യൂസ് ഫ്ലോസ് ഒക്കെ വരുന്നുണ്ട്. റിലയൻസ് ജിയോ ടെലികോമിൻ്റെ ലിസ്റ്റിംഗ്, റീറ്റെയിലിൻ്റെ ലിസ്റ്റിംഗ് സംബന്ധിച്ചൊക്കെ മുകേഷ് അംബാനി എന്തെങ്കിലും പറയുന്നൊക്കെ ഉള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് റിലയൻസിലും എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു അപ്വേർഡ് മൊമെൻറ്റം കണ്ടേക്കാം. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യാൻ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഡിസിഷൻ നന്നായിരിക്കും. ഇനി അങ്ങോട്ട് മാർക്കറ്റിൽ ക്വാർട്ടർ വൺ റിസൾട്ടുകൾ, അതുപോലെ തന്നെ മറ്റ് ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റുകൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കാം ഒരുപക്ഷെ മുന്നേറാൻ പോകുന്നത്. നമുക്ക് ലിസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്കുകളുണ്ട്. ഞാൻ സൺഡേ പോഡ്കാസ്റ്റിലൊക്കെ ഇത് അനൗൺസ് ചെയ്തിരുന്നു. ഒപ്പം റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്ര, ഈ 2 കമ്പനികളുടെയും വേസ്റ്റ് സീംസ് ഓവറാണ്. ഫർദർ മുന്നേറാനുള്ള ചാൻസാണ്. റിസ്ക് എടുത്ത് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ ടെക് മഹീന്ദ്ര ജനറേറ്റീവ് AI രംഗത്ത് സാം ആൾട്ട്മാൻ്റെ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും മുമ്പ് ജനറേറ്റീവ് AI ഡെവലപ്പ് ചെയ്തൊരു കമ്പനിയാണ് ടെക് മഹീന്ദ്ര. ഇപ്പോൾ അതിന് ലീഡർഷിപ്പൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് ലോങ് ടൈമിൽ. മറ്റ് IT കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അണ്ടർ പ്രൈസറാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകും ഈ സ്റ്റോക്ക്. ഒപ്പം ഇൻഷുറൻസ് റിലേറ്റഡ് കമ്പനികൾ SBI ലൈഫ്, HDFC ലൈഫ്, LIC സ്റ്റോക്കുകളും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസ് ഉള്ള സ്റ്റോക്കുകളാണ്. റെയിൽവേ റിലേറ്റഡ്, ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകൾ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഘട്ടം ഘട്ടമായി വാങ്ങുന്നതായിരിക്കും. പ്രത്യേകിച്ച് HAL, ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഡൈനാമിക്സ്, ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡൊക്കെ. ഒപ്പം L&T ഒരു കോൺഗ്ലോമറേറ്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെൻറ്റിലും പാർട്ടിസിപ്പേഷൻ ഉള്ളൊരു കമ്പനിയാണ്. L&T ലോങ് ടൈമിൽ നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉള്ളൊരു കമ്പനിയാണ്. അഡാനി ഗ്രൂപ്പ് കമ്പനികൾക്കും ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഡാനി എൻ്റർപ്രൈസ്, അഡാനി ഗ്രീൻ, അഡാനി എനർജി സൊല്യൂഷൻസ്, അഡാനി പവർ, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ മാർക്കറ്റ് താഴെ വരുന്ന സമയങ്ങളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാവുന്നതാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഗ്ലോബൽ മാർക്കറ്റ് ഇവൻറ്റുകൾ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിലും വളാറ്റിലിറ്റിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഓരോ ഇവൻറ്റും വളരെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ബൈ ചെയ്യുക. അതോടൊപ്പം തന്നെ എവരി റൈസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനുള്ള ഒരു മനസ്സും കാണിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.